Hello everyone, welcome to Maths with Deepak Krishna. Ratio and proportional ടോപ്പിക്കിലെ 7th പാർട്ട് വീഡിയോ ആണ്, ദാറ്റ് ഈസ് മിസ്റ്റേക്കൺ റേഷ്യോ. അപ്പോൾ ആദ്യത്തെ 6 പാർട്ട് വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ 6 പാർട്ട് വീഡിയോ കാണുക. അതോടൊപ്പം എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യണം, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഷെയർ ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെയും ചെയ്യണം. എന്നിട്ട് ഈ വീഡിയോ കാണുക. സോ ഇതൊരു ചെറിയൊരു ടോപ്പിക്കാണ് മിസ്റ്റേക്കൺ റേഷ്യോ. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് മിസ്റ്റേക്കൺ റേഷ്യോ, തെറ്റായ റേഷ്യോ അല്ലേ. ബൈ മിസ്റ്റേക്ക്, തെറ്റിപ്പോയി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആക്ച്വൽ ശരിയായിട്ടുള്ളത് എന്താണെന്നാണ് ടൈപ്പായിരിക്കും ഇതിൽ വരുന്നത്. അതായത് ഇപ്പം എൻ്റെ കയ്യിൽ ഒരു 1000 രൂപ ഉണ്ടെന്ന് വെക്കുക. ഓക്കെ, 1000 രൂപയുണ്ട്. ഇത് ഞാൻ 3 ആൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്, ABC. ഓക്കെ, 3 ആൾക്ക് ഡിവൈഡ് ചെയ്തു. അപ്പം ഞാൻ വേറൊരാളെ ഏൽപ്പിച്ചു. ഓക്കെ, വേറൊരാളെ ഏൽപ്പിച്ചു ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ വേണ്ട, എന്തിനാ നമ്മൾ തെറ്റ് വേറൊരാൾ പറയുന്നല്ലേ, എനിക്ക് തന്നെ തെറ്റിപ്പോയെന്ന് പറയാം. അപ്പം ഞാൻ ശരിക്കും ഉദ്ദേശിച്ചത് ഇവർക്കെല്ലാവർക്കും 1000 സ്പ്ലിറ്റ് ചെയ്യുന്നത് 2:3:5 റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, 2:3:5. പക്ഷേ എൻ്റെ കണക്കൂട്ടൽ തെറ്റി. എൻ്റെ കാൽക്കുലേഷൻ മാത്സ് ഭയങ്കര വീക്കാണ്, അതുകൊണ്ട് കണക്കൂട്ടൽ തെറ്റിപ്പോയി, സ്വാഭാവികം. അപ്പോൾ എന്ത് പറ്റി, 2:3:5 എന്ന് പറയുന്ന റേഷ്യോയ്ക്ക് പകരം വേറൊരു റേഷ്യോയിലാണ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പം ഞാൻ വേറൊരു റേഷ്യോ, അതായത് 3:5, ആകെ മൊത്തം കൺഫ്യൂഷനായി. 3:5:2 തിരിഞ്ഞു പോയിട്ട് ഞാൻ ഈ റേഷ്യോയിലാണ് അവർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇത് ശരിയായ റേഷ്യോ ആയിരുന്നു, ഇത് തെറ്റായ റേഷ്യോ ആണ്. പക്ഷെ തെറ്റായ റേഷ്യോയിലാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തത്. അപ്പോൾ ഈ പൈസ 1000 രൂപ ABCക്ക് കിട്ടി. അപ്പോൾ ABCക്ക് കിട്ടിയത് തെറ്റായ റേഷ്യോയിലാണ് അവരുടെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോഴത്തേക്ക് ആർക്കാണ് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായത്? അപ്പോൾ എനിക്ക് പറ്റിയ തെറ്റിൽ ആർക്കാണ് ബെനിഫിറ്റ് ഉണ്ടായത്? ആ ഒരു ടൈപ്പാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ വെച്ച് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിതിൽ ജസ്റ്റ് 2 പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ if a sum of rupees 1170 were distributed among A, B and C in the ratio 2:3:4, by mistake in place of 1/2:1/3:1/4, who was benefited most and by how much? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ റേഷ്യോ ഇല്ലേ, 1/2:, അത് കാണുമ്പോൾ തന്നെ ഒരു സുഖമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫ്രാക്ഷൻ അങ്ങോട്ട് മാറ്റാം. അപ്പോൾ ഫ്രാക്ഷനെ മാറ്റണമെങ്കിൽ ഇവരുടെ LCM വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ത്രൂ ഔട്ട്. അപ്പോൾ 2, 3, 4ൻ്റെ LCM അപ്പോൾ എത്രയാണ്? 4ൻ്റെ മൾട്ടിപ്പിൾ നോക്കിയാൽ മതി. 4 3യിൽ പോകത്തില്ല, നെക്സ്റ്റ് മൾട്ടിപ്പിൾ എടുക്കുക 8, 8ഉം 3യിൽ പോകത്തില്ല, നെക്സ്റ്റ് എടുക്കുക 12. അപ്പോൾ 12 ആയിരിക്കും LCM. അപ്പോൾ 12 വെച്ച് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 12, 12, 12. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്താൽ എത്ര വരും? ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 6, ഇത് ക്യാൻസൽ ചെയ്താൽ 4, ഇത് ക്യാൻസൽ ചെയ്താൽ 3. സോ 6:4:3. അപ്പോൾ ഈ റേഷ്യോനെ ഞാൻ മാറ്റി. ഓക്കെ, ഇത് എത്രയാണ്? 6:4:3. ഇനി 3 ആൾക്കാർ ABC, A, B, C. അപ്പോൾ ആദ്യം ഞാൻ എഴുതുന്നത് ഇതിനകത്ത് 2 റേഷ്യോസ് തന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ള റേഷ്യോ? വേർ ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ഇൻ ദ റേഷ്യോ 2:3:4 ബൈ മിസ്റ്റേക്ക് ഇൻ പ്ലേസ് ഓഫ് ഇത്. അപ്പോൾ ഈ 1/2:1/3:1/4 ഇതാണ് ശരിയായിട്ടുള്ള റേഷ്യോ. ഓക്കെ, ഇതാണ് ശരിയായിട്ടുള്ള റേഷ്യോ. അതിനെ ഞാനൊന്ന് ഗ്രീൻ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇതാണ് ശരിയായിട്ടുള്ള റേഷ്യോ. ഈ 2:3:4 എന്ന് പറയുന്നതാണ് തെറ്റായിട്ടുള്ള റേഷ്യോ. ഈ തെറ്റായിട്ടുള്ള റേഷ്യോയിലാണ് മണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ശരിയായിട്ടുള്ള റേഷ്യോ എഴുതാം. ശരിയായിട്ടുള്ള റേഷ്യോ എത്രയാണ്? ഈ 1/2:1/3:1/4 ആണ്. അത് ഞാൻ ശരിക്കും എത്രയാണ്? ഇതാണ് അല്ലേ, 6:4:3. അതിവിടെ എഴുതി, 6:4:3. ഇനി നെക്സ്റ്റ് തെറ്റായ റേഷ്യോ എഴുതാം. തെറ്റായ റേഷ്യോ എത്രയാണ്? 2:3:4. ഓക്കെ, 2:3:4. ഇനി ചെയ്യുന്ന മെത്തേഡ് നോക്കിക്കോ. ഇവരുടെ സമ്മ് നോക്കുക. ഈ റേഷ്യോസിൻ്റെ സം എത്രയാണ്? 6 + 4 10, 10 + 3 13. ഓക്കെ, ഇവരുടെ സം എത്രയാണ്? 13. അടുത്ത റേഷ്യോസിൻ്റെ സം എടുക്കുക. 2 + 3 5, 5 + 4 9. അടുത്തതിൻ്റെ സം എത്രയാണ്? 9. ജസ്റ്റ് സം എടുത്തു. അടുത്ത ഇവരുടെ രണ്ടുപേരുടെയും LCM എടുക്കുക. LCM എത്രയായിരിക്കും? ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ശരിക്കും ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഡിഫറൻസ് സെയിം ആക്കാനാണ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ LCM എന്ന് പറയുന്നത് എത്രയാണ്? 13 × 9. 13 × 9 എന്ന് പറഞ്ഞാൽ 117. സോ LCM ഈസ് 117. അപ്പോൾ നമ്മളിവിടെ ഈ 9നെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക,
ഈ 13-നെ ഈ റേഷ്യോയിലും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 9-നെ ഇപ്പുറത്തോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 13 എന്ത് ചെയ്യുന്നു, ഈ റേഷ്യോനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഓരോ വാല്യൂസിലും ഇവിടെ എല്ലാവർക്കും എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് റേഷ്യോനെ 9 ഇൻറ്റു 9, സെക്കൻഡ് റേഷ്യോനെ ഇൻറ്റു 13. ഓക്കെ, ഇൻറ്റു 13 ഇൻറ്റു 13. കാരണം ഇവിടെ ഇവരുടെ എല്ലാവരുടെയും സം എടുത്തപ്പോഴത്തേക്കും, ഇപ്പം ഞാൻ ഫസ്റ്റ് ഇവിടെ സം എഴുതി 6 + 4 10, 10 + 3 എത്രയാണ്, 13. ഓക്കെ, 10 + 3 13 ആണ്, അതിവിടെ എഴുതാം 13. ഇനി ഞാൻ ആ റേഷ്യോ ത്രൂ ഔട്ട് 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 13 ഇൻറ്റു 9 എത്രയായി, 117 എന്ന് വന്നു. 117 കുറച്ചും കൂടെ നീക്കി വെക്കാം. ഇനി ഇവിടുത്തെ രണ്ടാമത്തേൻ്റെ ഈ 2 + 3 5, 5 + 4 9, ഇത്രയും സം എത്രയാണ്, ഇറ്റ് ഇസ് 9. അപ്പോൾ ഈ റേഷ്യോനെ 2:3:4 = 9. ഇതിനെയും ത്രൂ ഔട്ട് എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, 13 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെയും 13 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇത് രണ്ടും സെയിം ആയില്ലേ, 13 ഇൻറ്റു 9, 9 ഇൻറ്റു 13, രണ്ടും 117 ആയി. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് എന്ത് എഴുതാം, ഇത് മാറ്റിയിട്ട് രണ്ടിടത്തും 117 എന്ന് എഴുതാം. ഓക്കെ, 117. ഇവിടെ എത്രയാണ്, 117. ഇനി ഓരോ റേഷ്യോസും മൾട്ടിപ്ലൈ ചെയ്ത് ജസ്റ്റ് വാല്യൂസ് എഴുതുക. എത്രയൊക്കെ വരും, 9 ഇൻറ്റു 6 54, ഇവിടെ 54, 9 ഇൻറ്റു 4 36, 9 ഇൻറ്റു 3 27, ഇവിടെ എത്രയാണ് 26, 2 ഇൻറ്റു 13, ഇവിടെ എത്ര വരും 39 വരും, ഇവിടെ എത്ര വരും 52 വരും, 52. ഓക്കെ, ഇപ്പം ഇതാണ് ഇവരുടെ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 117 റുപ്പീസ് ഇങ്ങനെ ഉദ്ദേശിച്ചാൽ മതി. ഈ 117 റുപ്പീസ് എന്ന് പറയുന്നത് ഞാൻ ഈ 6:4:3 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, 6:4:3 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര വെച്ച് കിട്ടും, 54 റുപ്പീസ്, 36 റുപ്പീസ്, 27 റുപ്പീസ്. ഇതെല്ലാം ആഡ് ചെയ്താൽ 117 ആയിരിക്കും. ഓക്കെ, എമൗണ്ട് 117 ആണെങ്കിൽ ഇത്ര വെച്ച് ഈ റേഷ്യോയിൽ ഇത്ര വെച്ച് സ്പ്ലിറ്റ് ആയി കൊടുക്കും. എമൗണ്ട് 117 റുപ്പീസ് ആണെങ്കിൽ 2:3:4 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും എത്ര വെച്ചായിരിക്കും കിട്ടുന്നത്, 26 റുപ്പീസ്, 39 റുപ്പീസ്, 52 റുപ്പീസ്. ഇതാണ് ഇതിൻ്റെ മീനിങ്. ഇനി ഈ ഒരു 117 ആണ് ടോട്ടൽ. ഇവിടെ ശരിക്കും ടോട്ടൽ എത്രയാണ്, 1170 ആണ്. അപ്പോൾ അത് കട്ട് ആയിട്ടുണ്ട്, അത് നമുക്ക് അതിലോട്ട് വരാം. അതിന് മുന്നേ ഇതാണ് എമൗണ്ട് എന്ന് വെക്കുക, ഇതിൽ സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര വെച്ചായിരിക്കും അവർക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുള്ളത് നോക്കുക. അതായത് ശരിക്കും അയാൾക്ക് 54 ആയിരുന്നു കിട്ടാണ്ടത്, പക്ഷേ കിട്ടിയത് എത്രയാണ്, ആകെ 26 രൂപയെ കിട്ടിയുള്ളൂ. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് നോക്കുക. ഡിഫറൻസ് എത്രയാണ്, 26 - 54 എന്ന് പറയുമ്പോഴത്തേക്ക്, 54 - 26 എന്ന് പറയുമ്പോൾ 18. അതായത് 18 രൂപ കുറവാണ് കിട്ടിയത്. അതായത് 18 രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്, ലോസ് ഓഫ് 18 റുപ്പീസ്. ദാറ്റ് മീൻസ് ഇവിടെ എത്രയായിരിക്കും ഡിഫറൻസ് എടുക്കും, -18 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആൾക്ക് -18 റുപ്പീസിൻ്റെ ലോസ്. ഓക്കെ, രണ്ടാമത്തെ ആളുടെ നോക്കുകയാണെങ്കിലോ 36 ആയിരുന്നു ആൾക്ക് കിട്ടാണ്ടത്, പക്ഷെ കിട്ടിയ എത്രയാണ്, 39. കൂടുതൽ കിട്ടി അല്ലേ, ബെനിഫിറ്റ് ചെയ്തു, പ്രോഫിറ്റ് ആണ്. അയാൾക്ക് തെറ്റായ റേഷ്യോയിൽ ചെയ്തപ്പോൾ അയാൾക്ക് കൂടുതൽ കിട്ടി. ദാറ്റ് മീൻസ് 3 റുപ്പീസ് ആണ് ഡിഫറൻസ്, 3ൻ്റെ പ്രോഫിറ്റ് ആണ്. സോ +3. മൂന്നാമത്തെ ആൾക്കോ 27 ആയിരുന്നു, കിട്ടി എത്രയാണ്, 52. ലോട്ടറി അടിച്ചല്ലേ, 27 കിട്ടാണ്ട് അടുത്ത് 52 കിട്ടി. അതായത് അയാൾക്ക് എത്ര കൂടുതൽ കിട്ടി, അയാൾക്ക് 25 യൂണിറ്റ്സ് കൂടുതൽ കിട്ടി, 25. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യനിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയെന്ന് ചോദിച്ചാൽ ആർക്കായിരിക്കും, മൂന്നാമത്തെ ആൾക്കാണ് അല്ലേ. ക്വസ്റ്റ്യൻ അതാണ് ചോദിച്ചാൽ, ഹൂ വാസ് ബെനിഫിറ്റഡ് മോസ്റ്റ് ആൻഡ് ബൈ ഹൗ മച്ച്. അപ്പോൾ ബെനിഫിറ്റ് മോസ്റ്റ് ആർക്കാണ്, സി ആൾക്കാണ്. ഇയാൾക്കാണ് ബെനിഫിറ്റ് ചെയ്തത്. ഓക്കെ, സിക്കാണ് ലോട്ടറി അടിച്ചത്, ബെനിഫിറ്റഡ്. അപ്പോൾ ഓപ്ഷനിൽ സി ഉള്ള ഓപ്ഷൻ, ഇനി അവിടെ വാല്യൂ കാണേണ്ട കാര്യമില്ല, കാരണം എല്ലാം ഡിഫറൻ്റ് ആണ് അല്ലേ. സി ഉള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, സി ₹250. അപ്പോൾ നമുക്കിവിടെ ഡയറക്റ്റ് സി 250 എന്ന് ഓപ്ഷൻ മാർക്ക് ചെയ്യാം. ഇനി 250 എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ഇവിടെ നമുക്ക് 25 അല്ലേ കിട്ടിയത്. ഇവിടെ എത്ര രൂപയാണ് സ്പ്ലിറ്റ് ചെയ്തത്, 117 റുപ്പീസാണ്, 117 യൂണിറ്റ്സ് ആണ്. ശരിക്കും എത്ര രൂപയായിരുന്നു, 1170 ആണ്. അതിനർത്ഥം 117 യൂണിറ്റ് കറസ്പോണ്ട്സ് ടു റുപ്പീസ് എത്രയാണ്, 1170. അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഇത് എത്രയാണ്, 10 ടൈംസ്. ദാറ്റ് മീൻസ് 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്, ₹10. ഇവിടെ എത്ര യൂണിറ്റ് ആണ് അയാൾക്ക് ബെനിഫിറ്റ് ചെയ്തത്, 25 യൂണിറ്റ്സ് ആണ്. സോ 25 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ
എത്രയായിരിക്കും? 25 ഇൻറ്റു 10 ദാറ്റ് ഈസ് 250. അപ്പോൾ സിക്ക് എത്രയാണ് കിട്ടിയത്? 250. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ വാല്യൂ എന്താണ് ഈ 1170 ഇവിടെ എക്സാക്റ്റ് എടുക്കുന്നതിന് പകരം എന്ത് ചെയ്തു? ഇവരുടെ LCM എടുത്തു. ചിലപ്പം ഇത് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പം 10 അങ്ങ് പോയി, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വാല്യൂസിലായിരിക്കും വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എന്താണ് മാറ്റം കൊടുക്കുക. ഓക്കെ. ഇതിപ്പോൾ ക്യാൻസൽ ചെയ്യാൻ എളുപ്പം കിട്ടി, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആ വലിയ വാല്യൂവിനെ ചെറുതാക്കിയിട്ട് ഇത് കറസ്പോണ്ട് ചെയ്ത് ഇവിടുത്തെ എക്സാക്റ്റ് വാല്യൂസ് എഴുതുന്നു. ആ റേഷ്യോയിലായിരിക്കും വാല്യൂസ് വരുന്നത്. ഇനി ഫൈനലായിട്ട് എത്രയാണ് ഒരു യൂണിറ്റ് കറസ്പോണ്ട് ചെയ്യുന്ന ലാസ്റ്റ് കാണുക. എത്രയാണ് ആർ ക്വസ്റ്റ്യൻ അനുസരിച്ച് ആർക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടി അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇല്ലെങ്കിൽ എല്ലാവരുടെയും ചോദിക്കാം. ഇല്ലെങ്കിൽ ആർക്കാണ് ഏറ്റവും നഷ്ടം സംഭവിച്ച ആർക്കാണ്? ഇയാൾക്കാണ് അല്ലേ, എയ്ക്കാണ്. -18, ദാറ്റ് ഈസ് 180 റുപ്പീസിന് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ഇതിൽ ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് സെയിം തന്നെയാണ്. ബൈ മിസ്റ്റേക്ക് ഇൻസ്റ്റെഡ് ഓഫ് ഡിവൈഡിങ് ₹702 among Ram, Ramesh and Naresh in the ratio 1/3:1/4 ഫ്രാക്ഷൻ കാണുമ്പോൾ ഇനി ക്വസ്റ്റ്യൻ വായിക്കേണ്ട, നമുക്ക് ഇതിനെ മാറ്റാണ്ട് ഒരു രക്ഷയില്ല. ആദ്യം ഇതിനങ്ങ് മാറ്റാം, എന്നിട്ട് ക്വസ്റ്റ്യൻ വായിക്കാം. LCM എത്രയാണ്? 3, 4, 6. ഞാൻ പറഞ്ഞു വലിയ ആളുടെ മൾട്ടിപ്പിൾ നോക്കുക. 6 ഈ 4 പോകത്തില്ല, 3 പോകും. 6ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ നോക്കുക 12 എല്ലാവരിലും പോകും. അപ്പോൾ 12 വെച്ച് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 12 ക്യാൻസൽ ചെയ്യുമ്പോൾ 4, 3, 2. സോ ഇതെന്താണ്? 4:3:2. ഓക്കെ. അപ്പോൾ ഈ റേഷ്യോ മാറ്റി 4:3:2 എന്നാക്കി. ഇറ്റ് വാസ്, ഇനി ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇറ്റ് വാസ് ഡിവൈഡഡ് ഇൻ ദ റേഷ്യോ 3:4:6. ഹൂ ഗെയിൻ ദ മോസ്റ്റ് ആൻഡ് ബൈ ഹൗ മച്ച്? അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള റേഷ്യോ ഏതാണ്? ശരിയായിട്ടുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ, 4:3:2. ഇതാണ് ശരിയായിട്ടുള്ള റേഷ്യോ. ഇറ്റ് വാസ് ഡിവൈഡഡ് ഇൻ ദ റേഷ്യോ 3:4:6. അപ്പോൾ 3:4:6 എന്ന് പറയുന്നത് തെറ്റായ റേഷ്യോ ആണ്. ഇതെന്താണ്? ശരിയായ റേഷ്യോ 4:3:2. ഓക്കെ. അപ്പോൾ നമുക്ക് 3 ആൾക്കാരെ എഴുതാം. A:B:C. AB അല്ലല്ലോ, ആരൊക്കെയാണ്? ഇവർക്ക് പേരൊക്കെ ഉണ്ടല്ലേ. AB അല്ല, ആരൊക്കെയാണ്? രാം, രമേശ്, നരേഷ്. ഓക്കെ. സോ ഇവരുടെ ശരിയായിട്ടുള്ള റേഷ്യോസ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് 4:3:2. തെറ്റായിട്ടുള്ള റേഷ്യോസ് ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് തെറ്റായിട്ടുള്ള ഇവിടെ 3:4:6. ഓക്കെ. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എന്താണ്? ഇവരുടെ സം എടുക്കുക. സം എത്രയാണ്? 4+ ഫസ്റ്റ് റേഷ്യോൻ്റെ സം എടുക്കുക. 4 + 3 7, 7 + 2 9. ഇവിടെ 9 ആണ്. അടുത്ത ആളുടെ സം എടുക്കുക. എത്രയാണ്? 4+3, ഇത് സെയിം ആണ് അല്ലേ. 4 + 3 7, 7 + 6 13. നേരത്തെ അതേപോലെ തന്നെയാണ്. ഇനി ഡിഫറൻറ്റ് വന്നാൽ അങ്ങനെ ചെയ്യാം. ഓക്കെ. ഇത് നമ്പർ സെയിം ആയിപ്പോയി. സോ ഇവരുടെ LCM എത്രയാണ്? 117. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ ടോട്ടൽ ഇവിടെ എത്ര വരും? 117. ഇവിടെ എത്ര വരും? 117. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ശരിക്കും ഇവിടുത്തത് 9 ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇൻറ്റു 13 ചെയ്യുക ത്രൂ ഔട്ട്. സോ ഈ റേഷ്യോയിൽ എന്ത് ചെയ്യണം? ത്രൂ ഔട്ട് 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും 13 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻറ്റു 13 ഇൻറ്റു 13. ഇവിടെ എല്ലാവർക്കും ഇൻറ്റു 9 ഇൻറ്റു 9 ഇൻറ്റു 9. ഓക്കെ. അപ്പോൾ ഇവിടെ എത്ര വരും? ഇത് 52 വരും, ഇത് 39 വരും, ഇത് 26 വരും, ഇത് 27 വരും, ഇത് 36 വരും, ഇത് 54 വരും. ഇവരുടെ ഡിഫറൻസ് നോക്കുക. ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് നോക്കുമ്പോൾ 52 ആണ് ശരിക്കും കിട്ടാണ്ടത്, പക്ഷേ എത്രയേ കിട്ടിയുള്ളൂ? 27. അതിനർത്ഥം നഷ്ടമാണ്. ഡിഫറൻസ് നോക്കുക. 52 - 27 25 ആണ്. അപ്പം നഷ്ടമാണ്. സോ -25. ഇവിടെ 39 ആയിരുന്നു കിട്ടാണ്ടത്, എത്രയേ കിട്ടിയുള്ളൂ? 36. അപ്പം 3 രൂപയുടെ നഷ്ടമാണ്, 3 യൂണിറ്റ്സിൻ്റെ. ഇവിടെ 26 ആയിരുന്നു കിട്ടേണ്ടത്, പക്ഷേ കിട്ടി എത്രയാണ്? 54. ഇവിടെ ലോട്ടറി. അപ്പോൾ ഇവിടെ എത്രയാണ് ഡിഫറൻസസ്? 28. 52 28. അപ്പോൾ പ്രോഫിറ്റ് ആണ്. സോ ഇറ്റ് ഇസ് +28. ഇനി ഹൂ ബെനിഫിറ്റഡ് ദ മോസ്റ്റ് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ആർക്കാണ് ബെനിഫിറ്റ് ആയത്? ഈ +28 ആണ്, അതായത് നരേഷ്. ഓക്കെ. അപ്പോൾ നരേഷ് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ ഓപ്ഷൻ സി. അപ്പോൾ നമുക്ക് 168 റുപ്പീസാണ് നരേഷിൻ്റെ പ്രോഫിറ്റ്. ഓക്കെ. അതെങ്ങനെ കിട്ടി? 28 യൂണിറ്റ്സ് ആണ്. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ 117 ആണ് ഇവിടുത്തെ ടോട്ടൽ. 117. ഈ 117 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 117 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് ഡിവൈഡ് ചെയ്തത്? 702 റുപ്പീസാണ്. ഈ 702
സോ 1 യൂണിറ്റ് ഇത് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, 117 ഇത് എത്ര വരും? 6 ടൈംസ് പോകും അല്ലേ? 6 ടൈംസ്. സോ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ 28 യൂണിറ്റ് ആണ്. സോ 28 യൂണിറ്റ്സ് കറസ്പോണ്ട്സ് ടു 28 ഇൻറ്റു 6. 28 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 168. സോ ഓപ്ഷൻ സി 168. ഓക്കെ, അപ്പോൾ മിസ്റ്റേക്കൺ റേഷ്യോയിൽ ഇങ്ങനെ ശരിയായ റേഷ്യോ എഴുതുക, തെറ്റായ എഴുതുക. ഇവരുടെ സം എടുക്കുക, ഫസ്റ്റ് റേഷ്യോൻ്റെ ആ യൂണിറ്റ് എഴുതുക. അടുത്ത റേഷ്യോൻ്റെ സം എടുക്കുക, 13 ആണ്. രണ്ടുപേരുടെ LCM, അല്ലെങ്കിൽ രണ്ടുപേരെ നിങ്ങൾ LCM എടുത്തില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ 13 എന്ന് പറയുന്നത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 9 എന്ന് പറയുന്നത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടുപേരും ടോട്ടൽ അപ്പോൾ 117 ആവും. ടോട്ടൽ സെയിം ആക്കുക, അതാണ് ഉദ്ദേശം. 117 ആക്കി കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ വാല്യൂസ് എടുക്കുക, ഡിഫറൻസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കുക, ക്വസ്റ്റ്യൻ എന്താണോ ചോദിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മിസ്റ്റേക്കൺ റേഷ്യോയിൽ. ചെറിയ 2 പ്രോബ്ലംസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്. ഇത് നിങ്ങൾ സെയിം ടൈപ്പ് തന്നെയാണ്. ഇത് നിങ്ങൾ ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വെരി ഗുഡ്. ആൻസർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് വീഡിയോ ആയിട്ട് വരാം. സോ താങ്ക് യു ഓൾ, ബൈ.